ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ടേസ്റ്റി മത്തിക്കറി ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അതിനായിട്ടാണ് ഞാൻ ഈ ഉലുവയും കുരുമുളകും വറുത്തെടുക്കുന്നത്. അതൊന്ന് പൊടിച്ചെടുക്കണം. അതിനകത്തേക്ക് നമ്മൾ പൊടികൾ അതൊന്ന് വറന്ന് കഴിയുമ്പോൾ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് മെല്ലെ മൂത്ത് വന്നാൽ മതി. ഒരുപാട് അങ്ങ് മൂക്കണ്ട, എന്നാൽ ഒന്ന് മെല്ലെ മൂത്ത് വരികയും വേണം. എന്നിട്ട് അതിനെ ഒന്ന് അരച്ചെടുക്കണം. ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് അരയ്ക്കാം കേട്ടോ. ഇത് കുടംപുളി ഇട്ടിട്ടല്ല ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്, വാളംപുളി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചുമന്നുള്ളി ഒക്കെ കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഇഞ്ചി ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് പുറകെ തന്നെ നമുക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടി ഒരു 2-3 അല്ലി വെളുത്തുള്ളി മതിയാകും. ചുമന്നുള്ളി കുറച്ച് കൂടുതൽ, ഒരു 5-6 ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം, ചതച്ചത്. എന്നിട്ട് അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് മെല്ലെ വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് അരച്ച് വെച്ചേക്കുന്ന ആ അരപ്പും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പിഴിഞ്ഞ് വെച്ചേക്കുന്ന വാളംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വാളംപുളി ചേർത്തെന്ന് വെച്ചിട്ട് പുളിരസത്തിന് ഒരു മധുരരസമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ്. ഉലുവയും കൂടി ചേർത്ത് കൊടുത്തേക്കണം. കാരണം ഇത്തിരി ഉലുവ നമുക്ക് വറുത്ത് പൊടിച്ച് വേറെ വെച്ചിട്ടുണ്ടായിരിക്കണം. ഏറ്റവും ലാസ്റ്റ് കറി വാങ്ങാറാകുമ്പോൾ തീ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് അതൊന്ന് മുകളിൽ വെതറി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ അരപ്പ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ചാള വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. മത്തി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വറ്റി വരട്ടെ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളതാണ്. എൻ്റെ അമ്മ പണ്ടുണ്ടാക്കി തരാറുള്ളതാണ്. നല്ല നെയ്യുള്ള ചാളയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. ഇപ്പോൾ ഇതാ ചാറൊക്കെ നന്നായി കുറുകിയിട്ടുണ്ട്. നന്നായിട്ട് ചാറ് കുറുകാൻ വേണം ഇതിൻ്റെ. അപ്പോൾ ഞാൻ ആ ഉലുവ അങ്ങോട്ട് വെതറി കൊടുത്തു, പൊടിച്ച് വെച്ചിരുന്നത്. നമ്മൾ ആദ്യം അരച്ചതിൻ്റെ കൂട്ടത്തിൽ ഉലുവ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇത് ഉലുവ വറുത്ത് പൊടിച്ചതൊരു ശകലം അതിൻ്റെ മുകളിലും കൂടി വെതറി കൊടുക്കും. കണ്ടോ, കൂട്ടാൻ നല്ല കുറുകി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് ഇതിൻ്റെ, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.